ഓഗസ്റ്റ് 6 യേശുവിൻ്റെ രൂപാന്തരം. യേശുക്രിസ്തുവിൻ്റെ ദൈവിക മഹത്വം തൻ്റെ 3 ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തപ്പെട്ട സംഭവമാണ് രൂപാന്തരം. യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ കൂട്ടി ഒരു ഉയർന്ന മലയിൽ കയറി. അവിടെ യേശുവിൻ്റെ രൂപം മാറി. അവിടെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചു. വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെണ്മയായി. മോശെയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു. അപ്പോൾ ഒരു പ്രകാശമേറിയ മേഘം അവരെ മൂടി. അതിൽ നിന്ന് ദൈവപിതാവിൻ്റെ ശബ്ദം കേട്ടു: "ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്ക് കേൾപ്പിൻ. " ശിഷ്യന്മാർ ഭയന്ന് നിലത്തു വീണു. യേശു അവരെ സ്പർശിച്ചു. "ഭയപ്പെടേണ്ട" എന്നു പറഞ്ഞു. ഈ സംഭവത്തിന് പ്രാധാന്യം യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ദൈവിക മഹത്വം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. മോശെ, ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടത് യേശുവിൻ്റെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന് സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തിനും ക്രൂശുമരണത്തിനും മുമ്പ് ശിഷ്യന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തി. ഈ സംഭവം നടന്നത് എവിടെ? ബൈബിൾ ഉയർന്ന മല എന്ന് പറയുന്നു. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ഇത് സാധാരണയായി ഗലീലയിലെ താബോർ എന്ന് വിശ്വസിക്കുന്നു. ആത്മീയ സന്ദേശം. രൂപാന്തരത്തിൻ്റെ സന്ദേശം ഇതാണ്: യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം പ്രത്യാശയോടെ മുന്നോട്ട് പോവുക.